ആഫ്റ്റർ 6th ഫോം കഴിഞ്ഞാൽ കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. കാരണം ജോയിൻ ചെയ്യുമ്പോഴേ നമുക്ക് സാലറിയാണ്, ഫുൾ ട്രെയിനിങ് എല്ലാം തരും, യൂണിഫോം എല്ലാം തരും. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ സെൽഫ് ഡ്രൈവ് ഉണ്ട്, അത് പാസ്സാകുവാണെങ്കിൽ ഇൻ്റർവ്യൂ, പിന്നെ അവിടെ ജോയിൻ. ആദ്യം ഇതിൽ ഇഷ്ടപ്പെടാതെ വന്നത് പാറ്റേൺ, ഏർലി മോർണിംഗ്, ഏറ്റവും ഫസ്റ്റ് സൈൻ ഓൺ 4 മണി. അവരുടേതായിട്ടുള്ള സ്ട്രെസ്സ് കാണും, അവർ ഓയിസ്റ്റർ കാർഡ് മറന്നു പോകും, നമ്മളത് അനുവദിക്കത്തില്ല, അവർക്ക് പിന്നെ കറക്റ്റ് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, പിന്നെ അവരുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ വരും. അപ്പോൾ അത് ചിലവർ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചതാണ്. തുടക്കത്തിലൊക്കെ ഞാൻ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്തു. ഞാൻ വന്ന കാലത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു, ഡ്രൈവർ ഡ്യൂട്ടി കഴിയുമ്പോൾ അവരൊരു ബോക്സിൽ പൈസയും കൊണ്ടുപോകും. അത് മാറി ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ബാങ്ക് കാർഡ് എല്ലാം ഉണ്ട്. സാധാരണ ഒരു ഓയിസ്റ്റർ കാർഡിന് ഒരു ട്രാവലിന് £1.75 ആണ് എടുക്കുന്നത്. അത് ഒരു ദിവസം 4.50 ആണ് മാക്സിമം. എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കത്തില്ല ആക്സിഡൻറ്റ് നടന്നത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കത്തില്ല. പക്ഷേ അത് CCTV നമ്മുടെ കമ്പനി ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ 15 മിനിറ്റ്സ് മുമ്പുള്ള ഒരു ഹിസ്റ്ററി ചെക്ക് ചെയ്യും. വീണ്ടും കണ്ടതിൽ സന്തോഷം. ജീവാസ് ട്രാവറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ലണ്ടനിലെ ബസ് ലൈഫ് എങ്ങനെയാണെന്നും അതിൻ്റെ ഉള്ളറകളെക്കുറിച്ചും യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും നമുക്ക് അടുത്തറിയാം. അതിനുവേണ്ടി നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ 12 വർഷമായി ലണ്ടനിൽ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇഗ്നേഷ്യസ് ഗോമസ് ആണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. എൻ്റെ പേര് ഇഗ്നേഷ്യസ് ഗോമസ്, നാട്ടിലെ ട്രിവാൻഡ്രം. ഞാനിപ്പോൾ ഈ രാജ്യത്ത് വന്നിട്ട് 20 ഇയേഴ്സായി. ഫാമിലിയോടുകൂടിയാണ്. ഞാനൊരു 2-3 കമ്പനികളിൽ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു ബാക്ക് ഫീഡിങ് കിട്ടിയത്. ബസ് ഇൻഡസ്ട്രി, ലണ്ടൻ ട്രാൻസ്പോർട്ട് കുറച്ച് നല്ല ഫീച്ചറുള്ള ഒരു ഇതാണെന്ന് തോന്നിയത്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ സെൽഫ് ഡ്രൈവ് ഉണ്ട്, അത് പാസ്സാകുവാണെങ്കിൽ ഇൻ്റർവ്യൂ, പിന്നെ അവിടെ ജോയിൻ ചെയ്തിട്ടാണ് ബസ്സിൻ്റെ ട്രെയിനിങ്ങും ബാക്കി എക്സാമിനേഷനും ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ അന്ന് ചെയ്ത ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ബസ് ലൈസൻസ് നമുക്ക് പ്രൈവറ്റായിട്ടും എടുക്കാം. പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രൈവറ്റായിട്ടാണ് ബസ്സിൻ്റെ ലൈസൻസ് എടുത്തത്. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ബസ് ഇൻഡസ്ട്രിയിലോട്ട് ജോയിൻ ചെയ്തത്. മനസ്സിൽ ഇഷ്ടം ഡ്രൈവിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നു ഡ്രൈവിങ്. പിന്നെ പബ്ലിക് സെർവൻറ്റ് ജോബ് കൂടെയാണ്, പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി, അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇതിൽ ഇഷ്ടപ്പെടാതെ വന്നത് പാറ്റേൺ, ഏർലി മോർണിംഗ്, ഏറ്റവും ഫസ്റ്റ് സൈൻ ഓൺ 4 മണിക്കൊക്കെ സൈൻ ഓൺ ചെയ്യണം. 4 മണിക്ക് സൈൻ ഓൺ ചെയ്യണമെങ്കിൽ നമ്മളൊരു 2:30 എണീറ്റൊക്കെ എല്ലാം റെഡി ആവണം. 2:30 എണീറ്റ് നമ്മളൊന്ന് റെഡി ആയാലേ നമുക്കൊരു 4 മണി, കാരണം എംപ്റ്റി സ്റ്റൊമക്കിൽ പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതിപ്പോൾ പ്രോപ്പർ വിൻ്റർ ആയിരുന്നാലും സമ്മർ ആയിരുന്നാലും സെയിം നമ്മൾ 4 മണിക്ക് പോകണം. ഈ ജോബിനുള്ള ആദ്യത്തെ ഒരു പഞ്ച്വാലിറ്റി ടൈം കീപ്പിംഗ് ആണ്. 4 മണിക്ക് സൈൻ ഓൺ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി സൈൻ ഓൺ. കാരണം അവിടെ നമുക്ക് ഒരു 10 മിനിറ്റേ കിട്ടുള്ളൂ. ഡ്യൂട്ടി കാർഡ് എടുത്ത് നമ്മുടെ ബസ് അലോക്കേഷൻ കണ്ടെത്തി ബസ് ഫുൾ ചെക്ക് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 10 മിനിറ്റെങ്കിലും നമുക്ക് വേണം. നമ്മൾ ലേറ്റ് ആകുന്തോറും ആ ബസ് ഷെഡ്യൂൾ ടൈമിൽ നിന്ന് വ്യത്യാസം വരും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? ക്വാളിഫിക്കേഷൻ നമുക്ക് ഇപ്പോൾ, നേരത്തെ ഞാൻ എടുത്ത സമയത്താണെങ്കിൽ മിനിമം 2 വർഷം കാറിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിൽ എൻട്രി കിട്ടൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് കാർ ലൈസൻസ് കിട്ടിയാൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. കാരണം ബാക്കി ട്രെയിനിങ് എല്ലാം അവർ തരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരുപാട് യങ്സ്റ്റേഴ്സ്, കൊച്ചു പിള്ളേർ വരുന്നുണ്ട്. അത് ഫീമെയിൽ ആയിരുന്നാലും മെയിൽ ആയിരുന്നാലും ആഫ്റ്റർ 6th ഫോം കഴിഞ്ഞാൽ കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. കാരണം ജോയിൻ ചെയ്യുമ്പോഴേ നമുക്ക് സാലറിയാണ്, ഫുൾ ട്രെയിനിങ് എല്ലാം തരും, യൂണിഫോം എല്ലാം തരും, നല്ലൊരു പെൻഷൻ പ്ലാൻ ഉണ്ട് ഇതിൽ, നമ്മളെ ലൈഫ് സെക്യൂറാണ്. പക്ഷേ ഈ പുതിയതായിട്ട് വരുന്ന യങ്സ്റ്റേഴ്സ് എത്ര കാലം ഇവരിത് ചെയ്യുമെന്നുള്ളത് സംശയമാണ്. കൊച്ചു പിള്ളേരല്ലേ, അവരുടെ ഒരു മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഈ വർക്ക് പാറ്റേൺ ആണ് നമുക്ക് ഇതിലേറ്റവും വലിയൊരു പ്രശ്നം. ഏർലി മോർണിംഗ് ഉണ്ട്, മിഡിൽ ജോബ് ഉണ്ട്, ലേറ്റ് ഉണ്ട്, പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. മറ്റേത് ജോലിക്കും നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു പറഞ്ഞാൽ സിക്കാണെന്ന് പറയാൻ പറ്റും. ഇത് കുറച്ച് പാടാണ്. കാരണം നമ്മൾ പോയില്ല എങ്കിൽ, അവർക്ക് സ്പെയർ ഡ്രൈവർ ഇല്ല എങ്കിൽ അവരുടെ ആ ഒരു ട്രിപ്പ് പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ ഭയങ്കര ഹ്യൂമനായ നഷ്ടം വരും. അതുകൊണ്ട് നമ്മൾ സിക്കാണെങ്കിലും നമ്മൾ കഴിയുമെങ്കിൽ പോകും.
പക്ഷേ സിക്ക് തന്നെയാണ്. അപ്പോൾ മിനിമം 1 മണിക്കൂറിന് മുമ്പെങ്കിലും നമ്മൾ അറിയിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞാൽ അറിയിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരുപാട് കോൺസിക്വൻസ് ഉണ്ട്. പിന്നെ മാനേജറിൻ്റെ അടുത്ത് പോകണം, നമ്മൾ അതിൻ്റെ സിക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. അത് നമ്മുടെ ഫയലിൽ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് പകരം വേറൊരാൾ അവർ സ്പെയർ ഡ്രൈവേഴ്സിന് എപ്പോഴും റിസർവ് ചെയ്തിരിക്കും. എന്തെങ്കിലും എമർജൻസി വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടി സ്പെയർ ഡ്രൈവേഴ്സിനെ ഉപയോഗിക്കും. ഇപ്പം നമ്മളുടെ ഓഫ് ഡേയിൽ പോലും നമുക്ക് കോൾ വരും, ഷോർട്ടേജ് ആണ്, ഇമീഡിയറ്റ് വരാൻ പറ്റുമോ? ഞാൻ വളരെ അടുത്താണ്, അതുകൊണ്ട് ഞാൻ മിക്കവാറും അങ്ങനെ പോകാറുണ്ട്. ഞാൻ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഏത് ജോലിയും മാറ്റാനും. കാരണം നമ്മളതൊരു ഹെൽപ്ഫുള്ളാണ് അങ്ങോട്ട്. അതുപോലെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ മെൻ്റലി നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാനേ ഈ ജോലി, ഈ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടണം ഈ ജോലി, എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം ഡ്രൈവിംഗ് പാഷനായിട്ട് കൊണ്ട് നടന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ നല്ല മൂഡിലായിരിക്കും രാവിലെ എണീറ്റൊക്കെ പോകുന്നത്. ഒരു ആദ്യം വരുന്ന പാസഞ്ചർ നമ്മളെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്താൽ അത് നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ കാണും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. വരുന്ന എല്ലാവരും പല മെൻറ്റാലിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും വന്ന് കയറുന്നത്. അവരുടേതായിട്ടുള്ള സ്ട്രെസ്സ് കാണും. അവർ ഓയിസ്റ്റർ കാർഡ് മറന്നു പോകും, നമ്മളത് അനുവദിക്കത്തില്ല. അവർക്ക് പിന്നെ കറക്റ്റ് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ അവരുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ വരും. അപ്പോൾ അത് ചിലവർ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ജോലി ഡ്രൈവ് ചെയ്ത് ഒരു പാസഞ്ചറിനെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. പ്ലസ് നമുക്ക് കമ്പനി തരുന്ന ഒരു റൂട്ടുണ്ട്, അത് ബസ് സ്റ്റാർട്ട് ചെയ്ത് എൻഡിൽ പീസ്ഫുള്ളായിട്ട് പോയി എത്തിക്കുക. അതിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഒരു ട്രിപ്പിൽ തന്നെ ഒരു 200-300 ആൾക്കാർ വരും. അതിൽ കുട്ടികൾ കാണും. അവരെ കൊണ്ട് അവരുടെ ഡെസ്റ്റിനേഷനിലാക്കി നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. ഇപ്പോൾ അഥവാ ഇപ്പോൾ ഒരു അബദ്ധവശാൽ കാർഡ് എടുക്കാൻ മറന്നുപോയതോ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നിങ്ങൾ വന്ന് ഓയിസ്റ്റർ കാർഡ് നമ്മൾ പറയുകയാണ്, കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ടു ബ്രിങ് മൈ ഓയിസ്റ്റർ കാർഡ്, എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറയുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്തേണ്ടത്. കാരണം എനിക്കിതുപോലെ ജോലിക്ക് പോകേണ്ടതാണ് അല്ലേ? അത് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഒരു കാര്യം നമ്മൾ അയാളെ പോകുന്ന സ്ഥലം ചോദിക്കും, എവിടേക്കാണ് പോകുന്നത്, അത് നമ്മുടെ മനസ്സിൽ കാണും. ഇൻ ബിറ്റ്വീൻ നമ്മളൊരു റവന്യൂ ഓഫീസർ വന്നാൽ ആ മെസ്സേജ് ആ റവന്യൂ ഓഫീസറിന് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയുള്ള കോൺസിക്വൻസ് എല്ലാം അവർ തമ്മിലായിക്കോളും. എനിക്കതിൽ ഉത്തരവാദിത്തമില്ല. പക്ഷേ ഞാനത് ഇഗ്നോർ ചെയ്ത് ഇപ്പം റവന്യൂ ഓഫീസർ വന്നാൽ ചോദിക്കാം എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവറിത്തിങ് ഈസ് ഓക്കെ. പക്ഷേ അവിടെ പോകുമ്പോൾ ആ പാസഞ്ചർ പറയും ഡ്രൈവറിനോട് ഞാൻ പറഞ്ഞു, ഡ്രൈവർ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഫോൾട്ടാണ്, ഞാനത് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചതാണ്. തുടക്കത്തിലൊക്കെ ഞാൻ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പ്രാവശ്യം എന്നെ ബുക്ക് ചെയ്തു ഈ റവന്യൂ. പിന്നെ നമ്മൾ മാനേജറിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ ആ എക്സ്പീരിയൻസിലാണ് പറയുന്നത്, നമ്മൾ ആ ഒരു മെസ്സേജ് അവർക്ക് റവന്യൂവിന് പാസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ പാസഞ്ചറിനെയും അവർ ബസ്സിൽ കയറേണ്ട ഇതിനാണ് വരുന്നത്. അവർ ഒരുപാട് ജോലിയും കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. നമ്മൾ ആരെയും സ്റ്റോപ്പ് ചെയ്ത് മാറ്റി നിർത്താൻ നമ്മൾക്ക് പറ്റത്തില്ല. പിന്നെ നമുക്കൊരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പാസഞ്ചറിൻ്റെ ഏത് പ്രോബ്ലമാണ്. അവർക്ക് ഒരുപാട് ഡിസേബിലിറ്റീസ് ഉണ്ട്. ഉള്ള നമുക്ക് ഒരിക്കലും ഐഡൻറ്റിഫൈ ഉണ്ടല്ലേ, ഇത് മനസ്സിലായല്ലേ? കാണുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരാളായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് മെൻ്റൽ പ്രോബ്ലം ആയിരിക്കാം, പല ടൈപ്പിലുള്ള ഡിസേബിലിറ്റീസ് ആണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്താൽ അദ്ദേഹത്തിന് വയലൻ്റ് ആകാം. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് അറിയും അദ്ദേഹം ഒരു ഡിസേബിലിറ്റി പേഴ്സൺ ആണെന്ന് അറിയുമ്പോൾ ഐ വിൽ ബി ഇൻ ട്രബിൾ. സോ അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തം അവരെ പീസായിട്ട് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ള ജോലി മാത്രമേ എനിക്കുള്ളൂ. അതിന് എനിക്ക് എൻ്റെ കമ്പനി പേ ചെയ്യും. ഇവർ പേ ചെയ്യുന്നത് എൻ്റെ പോക്കറ്റിലല്ല വരുന്നത്. സോ ഐ ഡു മൈ ജോബ്, സിമ്പിൾ. ഓക്കെ. അതേപോലെ നമ്മൾ ഇപ്പം ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഇങ്ങോട്ട് വരുന്ന പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടില്ല. അപ്പോൾ അവർക്കറിയില്ല, അവർക്ക് പല ഡൗട്ടുകളുണ്ടാവും. എന്ന് വെച്ചാൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതൊക്കെ കാർഡുകളാണ് യൂസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? മുൻകാലങ്ങളിൽ ക്യാഷ് പേയ്മെൻ്റ് ആയിരുന്നു. ഞാൻ വന്ന കാലത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു ഡ്രൈവർ ഡ്യൂട്ടി കഴിയുമ്പോൾ അവരൊരു ബോക്സിൽ പൈസയും കൊണ്ടുപോകും. അത് മാറി ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ബാങ്ക് കാർഡ് എല്ലാം ഉപയോഗിക്കാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഔട്ടറിലെല്ലാം ഔട്ടറിൽ ഇപ്പോഴും ഉണ്ട്, ക്യാഷ് ഉണ്ട്. ഇവിടെയും ക്യാഷ് കൊടുക്കുന്ന ചില പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്. ലണ്ടൻ ട്രാൻസ്പോർട്ടിൽ ക്യാഷ് പേയ്മെന്റ് ഇല്ല, ക്യാഷ് ഡീൽ ഇല്ല. ഓക്കെ. പ്ലസ് നമുക്ക് ഓയിസ്റ്റർ കാർഡ്, ടോപ്പ് കാർഡ്, പല ടൈപ്പ് ഓയിസ്റ്റർ കാർഡ് ഉണ്ട്. അപ്പോൾ എന്താണ് ഓയിസ്റ്റർ കാർഡ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഓയിസ്റ്റർ കാർഡ് എടുക്കുമ്പോൾ കഴിയുന്നതും രജിസ്റ്റർ ചെയ്യുക.
നമ്മളൊരു oyster കാർഡ് കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്, ടോപ്പപ്പ് ചെയ്യുക, നമ്മളത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ഉണ്ടായിരുന്ന ഗുണം നമുക്കത് മിസ്സായി പോയാൽ നമുക്കത് തിരിച്ചു കിട്ടും. ഓൺലൈനിൽ തന്നെ കൊണ്ടുപോയി നമ്മളത് പറഞ്ഞാൽ നമുക്ക് ആ പൈസയും കാർഡും തിരിച്ചു കിട്ടും. മിക്കവാറും പേര് രജിസ്റ്റർ ചെയ്യത്തില്ല, പോയാൽ അതങ്ങ് പോയി. അപ്പോൾ നമ്മൾ ഒരു കഴിയുന്ന ആൾക്കാരൊക്കെ 100 പൗണ്ട് വരെ ടോപ്പപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും കളഞ്ഞു പോയാൽ എന്ത് ചെയ്യും, കളഞ്ഞു പോയാൽ അവർക്ക് ആ പൈസ കിട്ടും. ആ കാർഡ് പിന്നെ വേറെ ആർക്കും ആ കാർഡ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് അവർ ബ്ലോക്ക് ചെയ്യും, TFL ബ്ലോക്ക് ചെയ്യും. നമുക്ക് ആ പൈസ ബാലൻസ് എത്ര ഉണ്ടെന്ന് അവർക്കറിയാൻ പറ്റും. നമുക്കും അത് ഓൺലൈനിൽ കാണാൻ പറ്റും. നമ്മുടെ കാർഡ് എത്ര തീർന്നു, എത്ര പൈസ ഉണ്ട് ബാക്കിയുള്ളതൊക്കെ എല്ലാം നമുക്ക് ഓൺലൈനിൽ കയറി കാണും. മിക്കവാറും പേര് ഓൺലൈനിൽ അത് ചെയ്യത്തില്ല, കളഞ്ഞു പോയാൽ അത് പോയെന്ന് പറയും. ഇനി മറ്റൊന്നുള്ളത്, നമുക്ക് അങ്ങനെ കിട്ടുന്ന കാർഡ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഉപയോഗിച്ച് ഈ റവന്യൂ കണ്ടെത്തിയാൽ അവർക്ക് അവരുടെ സിസ്റ്റത്തിൽ കാണും ഇത് ആരുടെയോ കാർഡ് കളഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവർക്കും ഫൈൻ കിട്ടും. മനസ്സിലായല്ലേ? അപ്പോൾ മറ്റുള്ളവരുടെ കാർഡ് ഉപയോഗിക്കാനും പാടില്ല. നമ്മുടെ കാർഡ് കളഞ്ഞു പോയാൽ ഓൺലൈനിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്കത് കിട്ടുകയും ചെയ്യും. പിന്നെ ബാങ്ക് കാർഡുകൾ ഉപയോഗിക്കാം. ബാങ്ക് കാർഡുകൾ നമുക്ക് ഉപയോഗിക്കാം. പലർക്കും അറിയത്തില്ല, ഈ ബാങ്ക് കാർഡ് ഉപയോഗിക്കാൻ പേടിക്കുന്നവരുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന കൂട്ടർ, സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്ന കൂട്ടർ ഈ oyster കാർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ തോന്നുന്നു. oyster കാർഡ് ആയിരുന്നാലും ബാങ്ക് കാർഡ് ആയിരുന്നാലും രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്കിപ്പോൾ ചിലരൊക്കെ ചില ബാങ്ക് കാർഡ് ഉപയോഗിക്കുന്നത് oyster കാർഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ ഓൺലൈൻ ബാങ്കിങ്, മോൺസോ അതുപോലത്തെ ഒരുപാട് ആൾ ചിലരൊക്കെ അതാണ് ഉപയോഗിക്കുന്നത് oyster കാർഡ്. അതും oyster കാർഡായിട്ട് ഉപയോഗിക്കാം. ഒന്നുള്ളത്, ഈ കാർഡ് നമ്മൾ ഒരു പർട്ടിക്കുലർ അവർ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് ബിക്കം എ oyster കാർഡ്. സാധാരണ ഒരു oyster കാർഡിന് ഒരു ട്രാവലിന് £1.75 ആണ് എടുക്കുന്നത്. അത് ഒരു ദിവസം 4.50 ആണ് മാക്സിമം. അപ്പോൾ അതിൽ നമ്മൾ ടാപ്പ് ചെയ്ത് വിത്തിൻ 1 hour അത് തന്നെ ടാപ്പ് ചെയ്താൽ സെയിം പ്രൈസിൽ തന്നെ പോകും. ഇത് തന്നെയാണ് ബാങ്ക് കാർഡ് ഉപയോഗിച്ചിരുന്നത്, അതിനൊരു വ്യത്യാസമില്ല. ബാങ്ക് കാർഡ് നമുക്ക് ഇത് കണക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അതേപോലെ ഇതിന് ടൈം എങ്ങനെയാണ്, ഇതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇത് എത്ര ബസ് വരെ നമുക്കത് എങ്ങനെ വരെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അൺലിമിറ്റഡ് ബസ് ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഹീത്രോ എയർപോർട്ട് 20 miles ആണ്. 20 miles ആണ്. ഒരു സാധാരണ രീതിയിൽ ഒരു 1-2 മണിക്കൂർ വേണം അവിടെ എല്ലാ ബസ് ഉപയോഗിച്ച് പോവുകയാണ്. നമുക്ക് ബസ്സിൽ പോവാം. നമ്മൾ വളരെ നേരത്തെ പോകുകയാണെങ്കിൽ ഈ 1 hour മുമ്പ് ടാപ്പ് ചെയ്ത് നമുക്ക് അവിടെ എത്താം. അതാണ് ഒരു ദിവസം മാക്സിമം 4.50p ആണ് ഇതിൽ എടുക്കുന്നത്. മാക്സിമം അൺലിമിറ്റഡ് ട്രാവലാണ്. ബസ്സിൽ എവിടെ വേണമെങ്കിലും ഏത് പിന്നെ റൂട്ടിൽ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ അതിൽ നമ്മൾ ബാങ്ക് കാർഡിൽ ഇപ്പം ക്യാഷ് ഇല്ലാന്ന് കൂട്ടിക്കും, എന്നാലും നമ്മൾ പഞ്ച് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? അപ്പം അത് മിനിമം 10p എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ ആ ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത 1 മണിക്കൂറിന് ശേഷം വീണ്ടും ടാപ്പ് ചെയ്യുവാണെങ്കിൽ അതിൽ പൈസ കാണിക്കത്തില്ല. നമുക്ക് ക്രെഡിറ്റ് കിട്ടും ഒരു ട്രിപ്പ്, ഫൈനൽ ട്രിപ്പ് നമുക്ക് ക്രെഡിറ്റ് കിട്ടും. പിന്നെ നമ്മളത് ടോപ്പപ്പ് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അതിലൊരു 10p ഉണ്ടായിരുന്നാൽ ആ ട്രിപ്പ് നമുക്ക് പോവാം, ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് നമുക്ക് പോകാം. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ടോപ്പപ്പ് ചെയ്യണം നമുക്ക്, കാരണം അതിൽ ക്രെഡിറ്റ് കിട്ടും നമുക്ക് ഒരിത്. ഇപ്പോൾ ഓരോ രാജ്യത്തും നമുക്ക് ഈ ബസ്സിലെ റൂൾസ് വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ദുബായിലെ റൂൾസ് ആയിരിക്കില്ല ഇവിടെയുള്ള ബസ്സിലെ റൂൾസ്. അപ്പോൾ അത് തമ്മിലുള്ള എന്താണ് എന്തൊക്കെയാണ് ഓരോ രാജ്യത്തുള്ള റൂൾ? ഇപ്പോൾ ബസ് ഇൻഡസ്ട്രിയിൽ അടുത്ത രാജ്യത്ത് എന്ത് റൂളാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇവിടെ നോക്കുവാണെങ്കിൽ വളരെ ഫ്ലെക്സിബിൾ ആണ്, വളരെ യൂസ്ഫുൾ ആണ്. ഭയങ്കര വലിയ നെറ്റ്വർക്കാണ് ബസ്. അതായത് ലണ്ടനിൽ ഒരു ദിവസം ബസ്സില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ മില്യൺസ് ഉള്ള ആൾക്കാർ ഈ ബസ് കൊണ്ടാണ് അവരുടെ യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബസ്സില്ല എന്നുള്ളത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബസ് സ്ട്രൈക്ക് വളരെ കുറവാണ്. ട്രെയിനൊക്കെ സ്ട്രൈക്ക് നിങ്ങൾ ഒരുപാട് കണ്ടു കാണും. ബസ് സ്ട്രൈക്ക് വളരെ കുറവാണ്. വളരെ കുറവെന്ന് ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ബസ്സില്ല നമുക്ക് പറ്റത്തില്ല. ബസ്സില്ലാത്ത ഒരൊറ്റ ദിവസം ട്രെയിനിൽ ഒരുപാട് സ്ട്രൈക്കുകൾ വരാറുണ്ട്. ട്രെയിൻ വളരെ അപ്പോൾ നമ്മൾ ബസ്സാണ് ഉപയോഗിക്കുന്നത്, അവർ ബസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം റെയിൽവേ കമ്പനീസ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ബസ് ഇടും. നമ്മൾ ആ ഒരു ട്രെയിനിന് പകരം നമ്മളോടും എല്ലാ ട്രെയിൻ സ്റ്റേഷനും. അതാണ് റെയിൽവേ റീപ്ലേസ്മെൻറ്റ് ബസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാ ഇപ്പം മെസ്സേജ് എങ്ങനെയാ പാസ് ചെയ്യാതെ? അത് നമുക്ക് കൺട്രോളിൽ നിന്ന് വിളിച്ച് പറയും. ഇന്ന സ്റ്റേഷൻ മുതൽ ഇന്ന സ്റ്റേഷൻ വരെ ട്രെയിൻ
സം റീസൺ ഇല്ല. അപ്പോൾ അവർക്ക് അതേ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അത് ട്രാവൽ ചെയ്യണം. നമുക്ക് ഒരു കോഡ് വന്നിട്ടുണ്ട്. ആ കോഡ് നമ്മൾ റൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. എത്ര പാസഞ്ചേഴ്സിന് വേണം കയറി അതേ കാർഡ് ഉപയോഗിച്ച് പോകാം. അത് നമുക്ക് ഇൻഫർമേഷൻ കൺട്രോളിന് കിട്ടും. ഇപ്പോൾ നമ്മൾ ലണ്ടനിൽ കുറേ സോണായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ? തിരിച്ചിട്ടുണ്ട്. സെൻട്രൽ ലണ്ടൻ ഒരു സോൺ 1 ആണ്. എത്ര തരം സോണുകളാണ്? 6 തരം സോണുകളുണ്ട്. അത് ട്രെയിനിലാണ്, ബസ്സിൽ സോണിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ബസ് അൺലിമിറ്റഡ് ആണ്, ട്രെയിൻ അങ്ങനെയല്ല. ട്രെയിൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഓരോ സോണിനും ഓരോ പ്രൈസിംഗ് ആണ്. പ്രത്യേകിച്ച് 1, 2 എന്നൊക്കെ പറയുമ്പോൾ സിറ്റി കണക്റ്റഡ് ആണ്, അപ്പോൾ എക്സ്പെൻസീവ് ആണ്. 3, 4, 5, 6 ഔട്ടർ സിറ്റിയാണ്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. അത് ഓരോ ഇപ്പം നമുക്ക് 3യിൽ നിന്ന് 6 ഓപ്പോസിറ്റ് സൈഡ് 6 പോകണമെങ്കിൽ നമ്മൾ 2ഉം 1ഉം പാസ് ചെയ്താണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ ഫുൾ പൈസ കൊടുത്തേ പറ്റുള്ളൂ. അത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊന്നും എടുത്തോളൂ. അത് നമ്മളൊന്നും ചെയ്യണ്ട, പക്ഷെ പൈസ കൂടുതലായിരിക്കും. ഇപ്പോൾ ഏത് റൂട്ടിലാണ് ഇപ്പം? ഞാനിപ്പോൾ ഞാൻ മൊത്തത്തിൽ 14 റൂട്ട് ചെയ്യും. അത് ഡിഫറെൻറ്റ് കമ്പനിയാണ്. ഞാൻ നേരത്തെ വേറൊരു കമ്പനിയിലാണ് ജോലി ചെയ്തത്. അവിടെ ഞാൻ 9 ജോലി ചെയ്തു. ഇവിടെ ഇപ്പോൾ അതിൽ കൂടുതൽ ചെയ്യുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ 14 റൂട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് 145 എന്നുള്ള റൂട്ടാണ്. ഒരു 1.5 hours മാക്സിമം പീക്ക് ടൈമിലുണ്ട്. പീക്ക് ഓഫ് ടൈം ഒരു 1 hour 10 minutes എത്താവുന്നതാണ്. ഈ 12 വർഷത്തെ ഈ എക്സ്പീരിയൻസിനിടയ്ക്ക് നിങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ള പല അനുഭവങ്ങളുണ്ടാവുന്നു. അങ്ങനത്തെ ഒരു ഇൻസിഡൻസ് പറയാൻ പറ്റുമോ? ഇതിൽ രസകരമില്ല, രസകരം എന്നുള്ളത് നമ്മൾ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും നല്ലത് വരണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ബസ് പോകുന്നത്. കാരണം പല ടൈപ്പ് ആൾക്കാരെ കാണുന്നത്. ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്ത ദിവസങ്ങളുണ്ട്. ഭയങ്കര ടെൻഷൻ. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ നമുക്കതൊരു ടെൻഷനാണ്. കാരണം ബേസിക്കലി പറഞ്ഞാൽ ഞാനൊരു ആക്സിഡൻറ്റ് നടന്നാൽ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കത്തില്ല. ആക്സിഡൻറ്റ് നടന്നത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കത്തില്ല. പക്ഷേ അത് CCTV നമ്മുടെ കമ്പനി ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ 15 minutes മുമ്പുള്ള ഒരു ഹിസ്റ്ററി ചെക്ക് ചെയ്യും. 15 minutes മുമ്പ് ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് കമ്പനി പറയുന്ന സ്റ്റാൻഡേർഡിൽ അല്ല എങ്കിൽ ഐ വിൽ ബി ഫേസിങ് പ്രോബ്ലം. അപ്പം ആക്സിഡൻ്റ് അല്ല എൻ്റെ ഇത്. ഞാൻ 15 minutes ഞാൻ എന്തൊക്കെ ചെയ്തു. അപ്പോൾ ഞാനൊരു ഏതെങ്കിലും ഒരു റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യുവാണെങ്കിൽ ഐ വിൽ ബി ഫേസിങ് എ ബിഗ് പ്രോബ്ലം. മനസ്സിലല്ലേ? അത് ഈ ആക്സിഡൻറ്റുമായിട്ട് ബന്ധമില്ല. പക്ഷേ 15 minutes മുമ്പ് ഞാനൊരു റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പാസഞ്ചർ ഞാൻ എടുത്തില്ല, ഞാൻ പാസഞ്ചറിൻ്റെ അടുത്ത് ബാഡ് ബിഹേവിങ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഒരു കൈ വെച്ച് സ്റ്റിയറിംഗ് ഡ്രൈവ് ചെയ്തു. മൊബൈൽ നമ്മൾ എന്തായാലും തുടത്തില്ല. അത് നമ്മൾ മൊത്തത്തിൽ ജോലി പോകുന്ന ഒരു ഇതാണ് മൊബൈൽ. നമുക്ക് നമ്മുടെ ക്യാബിൽ മൊബൈൽ ടച്ച് ചെയ്തു. അപ്പോൾ മൊബൈലിൻ്റെ കാര്യം നമുക്ക് വറീഡല്ല, നമ്മളത് ടച്ച് ചെയ്യത്തില്ല. പക്ഷേ അല്ലാതെയുള്ള ഇതെല്ലാം 15 minutes ആ കമ്പനി തരുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര ടെൻഷൻ. ചിലപ്പോൾ നമ്മളൊക്കെ മറന്നു പോകും. അയ്യോ, ഒരു റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് വന്ന് അതൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് വന്നാൽ പിന്നെ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ഇത്ര മണിക്കൂറിനകത്ത് അറിയിക്കണം. ആ ഇൻസിഡൻറ്റിൻ്റെ ഡെപ്ത് അനുസരിച്ച് പോലീസിനെ അറിയിക്കണമെങ്കിൽ പോലീസിനെ അറിയിക്കണം. പോലീസിൻ്റെ റിപ്പോർട്ട് നമ്മൾ മേടിക്കണം. പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മൾ നിൽക്കണം. പിന്നെ ഇതിൻ്റെ റിവ്യൂ ഒരു ടീം തന്നെ നമ്മുടെ CCTV വാച്ച് ചെയ്തിട്ട് ഡിപ്പെൻഡ് ആക്സിഡൻറ്റ് ഭയങ്കര സീരിയസ് ആണെങ്കിൽ പിന്നെ നമുക്കതൊരു ടെൻഷനാണ്. നമ്മൾ ആ ദിവസം മുതൽ നമ്മൾ സസ്പെൻഡ് ചെയ്യും, കണ്ടീഷനിൽ സസ്പെൻഡ് ചെയ്യും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട്. എനിക്ക് 2 പ്രാവശ്യം എന്നെ സസ്പെൻഡ് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്ക് അല്ല, പക്ഷേ ആ 50 minutes ഞാനത് കീപ്പപ്പ് ചെയ്തില്ല. ആ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ട്. അത് തുടക്കകാലത്താണ്. ഇപ്പോൾ നമുക്കതറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ അങ്ങനെയില്ല. ഇപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ എൻ്റെ സമയമെടുത്ത് വളരെ പതുക്കെ പോകുന്നു. ടച്ച് വുഡ് ലാസ്റ്റ് 2 വർഷമായിട്ട് ഒരു സിംഗിൾ ഇൻസിഡൻറ്റ് പോലും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഓരോ സ്റ്റോപ്പിലും നിങ്ങൾക്കൊരു ടൈം ഉണ്ടാവില്ല. ആ ടൈമിന് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ എത്തിക്കണ്ടേ? അതൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. അതായത് ലണ്ടൻ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ TFL അവരാണ് ഈ റൂട്ട് കമ്പനികൾക്ക് കൊടുക്കുന്നത്. അതായത് ഈ കമ്പനികൾ ബിഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്ന സമയത്ത് ഷെഡ്യൂൾ ചെയ്ത് ഈ കമ്പനീസ് ഡ്രൈവറിനെ വെച്ച് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അവർ പറയുന്ന സമയത്ത് ഓരോ സ്റ്റോപ്പ്. ഇപ്പോൾ A എന്നുള്ള ഒരു റൂട്ടിൽ ഫ്രം A to B എത്തണമെങ്കിൽ അവർക്ക് ടൈം ഷെഡ്യൂളുണ്ട്. ആ ടൈമിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. ഓക്കെ. ഇൻ കേസ് എവിടെയെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ കുഴപ്പമില്ല. ബ്ലോക്ക് ലേറ്റ് ആവുന്നത് പ്രശ്നമാണ്. ഏർലി നമുക്ക് പോകാൻ പാടില്ല. അവർ പറയുന്ന സമയത്ത് ഏർലി നമുക്കിപ്പോൾ ഞായറാഴ്ച നമുക്കറിയാം പീക്ക് ഓഫ് ആണ്, ആരും അധികം ട്രാവൽ ചെയ്യാറില്ല.
നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലം പോകണമെങ്കിൽ ഒരു 40 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 25 മിനിറ്റ് കൊണ്ട് എത്തും. അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ആ 40 മിനിറ്റ് ആണെങ്കിൽ ആ 40 മിനിറ്റ് കൊണ്ടേ പോകാവൂ. അതൊരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലേ പോകാവൂ. ഇപ്പോൾ നേരത്തെ വിട്ടുപോയൊരു ചോദ്യമാണ്, ഇപ്പോൾ റൂൾസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ദുബായിൽ നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവിടെ ദുബായിൽ നമുക്ക് ഫുഡ് കഴിക്കാനേ പറ്റില്ല. ഓക്കെ ഓക്കെ, ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആണ്. ആ ഫൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ബസ്സിനുള്ളിൽ ഇരുന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങനെയല്ല, ഫുഡ് കഴിക്കാം. പിന്നെ ആകെ നമ്മൾ റെസ്ട്രിക്ഷൻ ചെയ്യുന്നത് ആൽക്കഹോൾ, ഓപ്പൺ ആൽക്കഹോൾ കൊണ്ടുവരുന്ന നമ്മൾ അനുവദിക്കില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനുവദിക്കുക. കാരണം ഇവർ അത് യൂസ് ചെയ്തിട്ട് ആ ബോട്ടിലൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. അതിങ്ങനെ റോൾ ചെയ്ത് തട്ടിപ്പൊട്ടി അത് ഭയങ്കര. അപ്പം നമ്മൾ കഴിയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഓപ്പൺ ബോട്ടിൽ പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. പ്രത്യേകിച്ച് സൺഡേസ് ഒക്കെ കുറച്ച് ഇല്ല, സൺഡേസ് എന്നുള്ളതല്ല, എല്ലാം. ഇപ്പം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. സംടൈം ഞാൻ നൈറ്റ് എമർജൻസി ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യും. നൈറ്റിൽ ആൾക്കാർ ജോലിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ബിയർ ബോട്ടിലൊക്കെ കുടിച്ച്, ചിലപ്പോൾ വൈൻ ബോട്ടിലൊക്കെ കുടിച്ച്, ചിലപ്പോൾ വിസ്കി ബോട്ടിലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഓപ്പൺ ബോട്ടിലാണ് ഞാൻ കാണുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അവരത് കളഞ്ഞിട്ട് കയറും, അല്ലെങ്കിൽ അവർ അടുത്ത നിർബന്ധിച്ച് കയറുന്നവരുണ്ട്. അപ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പം ഞാൻ ആരെയും രാത്രി സ്റ്റോപ്പ് ചെയ്യത്തില്ല ഒരിക്കലും. CCTV വഴി കാണാമല്ലോ, അവർ കാണാം. എന്തെങ്കിലും ഇൻസിഡന്റ് വരുവാണെങ്കിൽ അവർ ചെക്ക് ചെയ്യും. ഫുഡ് പിന്നെ ഇപ്പോൾ പിള്ളേരൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിച്ചിട്ട് പോകാറുണ്ട്. അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട്, അവരത് തന്നെ എടുത്ത് മാറ്റി ബിന്നിൽ കൊണ്ട് കളയുന്നവരുണ്ട്. ഇല്ലെങ്കിൽ നമ്മളൊരു ട്രിപ്പ് എൻഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഫുൾ ചെക്ക് ചെയ്യണം, ബസ്സിൻ്റെ അകത്ത് ഫുൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് എന്തെങ്കിലും അത് അടുത്ത ഒരു പാസഞ്ചർ വരുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്തുകൊണ്ട് കളയും. നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവർ മറന്നുപോയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കൺട്രോളിൽ വിളിച്ച് പറയണം, എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി, എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മൊബൈലൊക്കെ ആൾക്കാർ കളഞ്ഞിട്ട് പോകും, പേഴ്സ് വാലറ്റൊക്കെ കളഞ്ഞിട്ട് പോകും. അതിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ കാണും. ചില സാധനങ്ങളിൽ നമ്മൾ കേബിള് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അവനെ വിളിച്ച് പറയണം. അപ്പോൾ അവർക്കത് സംശയമുണ്ടെങ്കിൽ അവർ ആ ബസ് സ്റ്റോപ്പ് ചെയ്യും, എടുക്കണ്ടെന്ന് പറയും. അവർ ആൾക്കാർ വരും, വന്ന് ചെക്ക് ചെയ്ത് എടുത്ത് മാറ്റും. അപ്പോൾ നമ്മളൊരു സാധനം ബസ്സിൽ വെച്ച് മറന്നുപോയെന്ന് വിചാരിച്ചു, എങ്ങനെയാണ് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? നമ്മളൊരു സാധനം ആ കമ്പനി ഏതാണെന്ന് കണ്ടെത്തുക, ആ റൂട്ട്. കാരണം 4-5 കമ്പനിയുണ്ട് നമ്മുടെ ഏരിയയിൽ. അപ്പോൾ നമുക്ക് റൂട്ട് പറയുമ്പോൾ ചിലർക്കൊക്കെ അറിയാം ഇത് ഇന്ന റൂട്ട് ഇന്ന കമ്പനിയാണെന്നുള്ളത്. ആ കമ്പനിയുടെ നമ്പർ എടുത്ത് വിളിക്കുക, അല്ലെങ്കിൽ ആ കമ്പനിയുടെ അതേ റൂട്ടിലുള്ള അടുത്ത ബസ്സിൽ വരുമ്പോൾ ആ ഡ്രൈവറിനോട് പറയുക, തൊട്ട് മുമ്പ് പോയ ബസ്സിൽ തന്നെ ഇന്ന സാധനം കളഞ്ഞു പോയെന്ന്. ആ ഡ്രൈവർ കൺട്രോളിനെ വിളിച്ചറിയിക്കും. അപ്പോൾ ആ കൺട്രോളർ ആ ബസ്സിലുള്ള ഡ്രൈവറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് ആ ഡ്രൈവർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്ത് വെക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ കൊണ്ട് അതേ ദിവസം തന്നെ കൊടുക്കണം. കൊടുക്കുമ്പോൾ അവരത് കീപ്പപ്പ് ചെയ്യും. അത് നിങ്ങൾ നമ്പർ കണ്ടെത്തി അവരെ വിളിച്ചാൽ മതി. ഇപ്പോൾ ഏത് ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചാലും അവർ അതിൻ്റെ നമ്പർ തരും, ലോസ് പ്രോപ്പർട്ടിയുടെ നമ്പർ തരും. ആ കമ്പനി വിളിക്കുക, തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് പേര് മൊബൈൽ മറന്നുപോയി ചെയ്യുന്നുണ്ട്. ചിലർ നമുക്ക് തരും, ചിലർ എടുത്തിട്ട് പോകും. നമുക്കത് കിട്ടുവാണെങ്കിൽ നമ്മൾ കമ്പനി കൊണ്ട് കൊടുക്കും. അതേപോലെ പ്രയോറിറ്റി സീറ്റ് എങ്ങനെയൊക്കെയാണ്? അത് സാധാരണ ഉള്ള പോലെ പ്രയോറിറ്റി എല്ലാ ബസ്സിലും പ്രയോറിറ്റി സീറ്റ് ഉണ്ട്. അത് നമ്മൾ അതൊന്നും നോക്കണ്ട, കാരണം എല്ലാവർക്കും ഇപ്പോൾ അവയർനെസ് ഉണ്ട്. അത് പ്രയോറിറ്റി സീറ്റാണ്. നമ്മളിപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ബസ്സിൽ ഒരു എൽഡേഴ്സ് ആൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അനൗൺസ്മെന്റ് പ്രീ റെക്കോർഡിംഗ് ഉണ്ട്. അതിൽ നമ്മൾ എല്ലാവരും കേൾക്കുക അനൗൺസ്മെന്റ് ഇടും, സീറ്റ് ഓഫർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. ഒരു ഡിസേബിൾ പേഴ്സൺ വരികയാണ്, സീറ്റ് ഓഫർ ചെയ്യുന്നത്. അവർ കേട്ടാൽ ഉടനെ ആ സീറ്റ് മാറിക്കൊടുക്കും. അത് അവർക്ക് ഡിസൈൻ ചെയ്ത സീറ്റ് അല്ല എങ്കിലും ഒരു ഡിസേബിൾ പേഴ്സൺ വന്നാൽ മറ്റുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നതെങ്കിൽ അവർ മാറിക്കൊടുക്കും. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റ് നമുക്കാണല്ലോ ആദ്യം കാണുന്നത് ഇങ്ങനെ ഒരാൾ വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യും. അപ്പോൾ ബഗ്ഗിയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, കുട്ടികളെ കൊണ്ട് ബഗ്ഗിയായിട്ട് വരുന്നുണ്ട്. ആ ബഗ്ഗി വെക്കേണ്ട ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട് ബസ്സിൽ. അവിടെ പാസഞ്ചറാണ് നടന്ന് നിൽക്കുവാണെങ്കിൽ നമ്മൾ അനൗൺസ്മെന്റ് ഇടും, ബഗ്ഗി വരുന്നുണ്ട്, ആ സ്പേസ് അവർക്ക് കൊടുക്കുക. അവർ മാറിക്കൊടുക്കുക, അവർ ആ സ്പേസ് ഉപയോഗിക്കും. ചില സമയത്ത് റോഡ് ബ്ലോക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ചില സ്റ്റോപ്പുകൾ നിങ്ങൾ മിസ് ചെയ്യും അല്ലേ? ആ സമയത്തും ഈ അനൗൺസ്മെന്റ് ഉണ്ടാവുമല്ലോ. ഇല്ല, അത് ചിലപ്പോൾ നമ്മൾ കേൾക്കില്ല. മൊബൈലിനകത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേട്ടിന്ന് വരില്ല. നമ്മൾ ആ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവും ഇത്. അത് ചില ബസ് സ്റ്റോപ്പുകൾ മെയിൻ്റനൻസിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്യും, നോട്ട് യൂസ് എന്ന് പറഞ്ഞ് എഴുതി. നമ്മളത് ഒന്നിൽ കൂടുതൽ ദിവസമാണെങ്കിൽ നേരത്തെ നമ്മുടെ കമ്പനിയിൽ ബോർഡിൽ എഴുതിയിരിക്കും, ഇന്ന റൂട്ടിൽ ഇന്ന ബസ് സ്റ്റോപ്പ് അവിടെ, അല്ലെങ്കിൽ ഇന്ന റൂട്ടിൽ ഇന്ന റൂട്ട് നമ്മുടെ ടെമ്പററി സിഗ്നലൊക്കെ കാണുന്നത് ഇൻഫോം ചെയ്യും. അപ്പോൾ നമ്മളത് മനസ്സിൽ കാണും.
അപ്പോൾ നമ്മൾ ആ സ്റ്റോപ്പിന് മുമ്പും നമ്മൾ അനൗൺസ് ചെയ്യും, അടുത്ത സ്റ്റോപ്പ് നോട്ട് യൂസ് ആണ്, അടുത്ത സ്റ്റോപ്പിലുള്ളവർ ഇവിടെ തന്നെ ഇറങ്ങണമെന്ന് പറയും. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം, അവരുടെ അടുത്ത് പറയുക. അവരതനുസരിച്ച് ഇറങ്ങും. ആ സ്റ്റോപ്പിൽ വരുമ്പോൾ നമുക്ക് നിർത്താൻ പാടില്ല, നിയമപരമായിട്ട് നമുക്ക് നിർത്താൻ പാടില്ല. ഇനി അഥവാ നമ്മളെങ്ങാനും നിർത്തി ആ പാസഞ്ചർ, അതിലിറങ്ങാനുള്ള പാസഞ്ചർ ഇറങ്ങുമ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിലൊരു ആക്സിഡൻറ്റ് പറ്റുവാണെങ്കിൽ ആ ഫുള്ള് റിസ്ക് ആ ഡ്രൈവറിനാണ്. കാരണം അത് ക്ലോസ് ചെയ്ത ഒരു ബസ് സ്റ്റോപ്പിൽ നമുക്ക് സെർവ് ചെയ്യാൻ പാടില്ല, നമ്മൾ സെർവ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഈ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ബസ്സിൽ? ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ, ഒന്നാമത്തെ കാര്യം, അവർക്ക് ചിലപ്പോൾ ആ ഒരു സിറ്റിയെക്കുറിച്ചുള്ള വലിയ അറിവ് കാണത്തില്ല. അവരുദ്ദേശിക്കുന്ന ആ ടൂറിസ്റ്റ് പ്ലേസിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടോ എന്താണെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ അത് സിറ്റിയിലാണ് കൂടുതലും കുഴപ്പം. അപ്പോൾ സിറ്റിയിൽ ഓടുന്ന ഡ്രൈവേഴ്സ് അവർക്ക് അതിൻ്റെ നോളേജ് കാണും. അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ആവശ്യമുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓയിസ്റ്റർ കാർഡ് യൂസിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഓയിസ്റ്റർ കാർഡ്, അതിന് നമ്മൾ പറയുന്നത് സിപ്പ് കാർഡ് എന്നാണ്. ഈ സിപ്പ് കാർഡ് പാരൻസ് മസ്റ്റായിട്ട് ഒരു സിംഗിൾ, അതായത് കുട്ടികൾ സ്വന്തമായിട്ട് സ്കൂളിൽ പോകുന്നെങ്കിൽ കഴിയുന്നതും പാരൻസ് അവർക്കൊരു സിപ്പ് കാർഡ് എടുത്തു കൊടുക്കണം. അത് എടുത്തു കൊടുത്താൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് മിസ്സായാൽ അത് നമ്മൾ വീട്ടിൽ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കാർഡ് എടുക്കണം. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ സിപ്പ് കാർഡ് കിട്ടുന്നവർ, ഇപ്പം അഡൾട്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കിട്ടും, അവരിത് ഉപയോഗിക്കും. അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഡ്രൈവർ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡ്രൈവർ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് അതിൽ ബീപ്സ് ഉണ്ട്, ഓരോ കാർഡിനും ഓരോ ടൈപ്പ് ബീപ്സ് ആണ്. അപ്പോൾ ബീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് കുട്ടികളുടെ ആണോ, ഇത് അഡൾട്ട്സ് ആണോ, ഇത് ടോപ്പപ്പ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റും. പൈസ ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ നോട്ടീസ് ചെയ്ത് നമ്മൾ അവരെ ഇതിൽ കാശില്ല, അല്ലെങ്കിൽ ഇത് ആരുടെ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ പല അഡൾട്ട്സും കുട്ടികളുടെ കാർഡ് ഉപയോഗിച്ച് കയറാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, ഇത് കുട്ടികളുടെ കാർഡാണ്, അപ്പോൾ സോറി. അവർ ചിലപ്പോൾ പർപ്പസായിട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെയ്യുന്നതായിരിക്കും. അവരൊന്നെ അവരുടെ ഓയിസ്റ്റർ കാർഡ് വെച്ച് ഉപയോഗിക്കും. ഇതിലുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓയിസ്റ്റർ കാർഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഇത് പ്രോബ്ലം വരുന്നത്, ഇത് റവന്യൂ എങ്ങാനും കണ്ടെത്തിയാൽ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും. എനിക്കറിവുള്ള മലയാളിക്ക് ഒരു ചേച്ചിക്ക് സംഭവിച്ചതാണ്. ചേച്ചി മോളുടെ കാർഡ് ഉപയോഗിച്ചു. ചേച്ചി പിന്നെ റവന്യൂയുടെ അടുത്ത് പറഞ്ഞത് ബൈ മിസ്റ്റേക്ക് എന്നാണ്. പക്ഷേ 80 പൗണ്ട് ഫൈൻ വന്നു. കോർട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം വരെ വന്നു. കാരണം ഇവർക്ക് ആ ലെറ്റർ കിട്ടിയില്ലായിരുന്നു, അവരയച്ച ലെറ്റർ ഇവർ കണ്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നം വന്ന് കോർട്ടിൽ പോയിട്ടാണ് പിന്നെ ക്ലിയർ ചെയ്യേണ്ടി വന്നത്. ബൈ മിസ്റ്റേക്ക് പറ്റിയെന്ന് ചിലർ പർപ്പസായിട്ട് ചെയ്യും, പുള്ളിക്കാരി ബൈ മിസ്റ്റേക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ടാപ്പ് ചെയ്യാതെ എത്രയായിരിക്കും അതിൻ്റെ ഫൈൻ? 80 പൗണ്ടാണ്. 80 പൗണ്ടാണ് ഫൈൻ. അത് ടൈം ലിമിറ്റ് ഉണ്ടോ? ഇത്ര 21? അതൊരു നമുക്ക് കോർട്ട് കമ്പനി ലെറ്റർ അയക്കും. അപ്പോൾ 21 ദിവസത്തിന് അതിന് മുമ്പേ കമ്പനിയാണ് ആദ്യം ലെറ്റർ അയക്കും. TFL ആദ്യം ലെറ്റർ അയക്കും. നിങ്ങളിങ്ങനെ ഇന്ന രീതിയിലുള്ള റെഫറൻസ് നമ്പർ വെച്ചിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയത് നിങ്ങൾ ഫൈൻ ഇത്രയാണ് അടയ്ക്കണം എന്ന് പറഞ്ഞത്. നമ്മളത് അടച്ചില്ല എങ്കിൽ പിന്നെ പോകുന്നത് കോർട്ടിലാണ്. ആദ്യം കമ്പനിയിൽ അടച്ച് തീർക്കാൻ പിന്നെ അതിന്റെ ഫൈനും കാര്യങ്ങളും പിന്നെ കോർട്ടിന്റെ പിന്നാലെ പോകും. ഇപ്പോൾ ബസ്സിലെ ലഗേജ് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ ലഗേജൊക്കെ നമുക്ക് അത്യാവശ്യ ലഗേജൊക്കെ അലൗഡ് ചെയ്യും. ഇവിടുത്തെ ബസ്സുകൾക്ക് നമ്മൾ ലഗേജ് പോലെ തന്നെയാണ് പെറ്റ്സിനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. അവരുടെ വീട്ടിൽ പെറ്റ്സിനെ കൊണ്ട് ക്യാറ്റ്, ഡോഗ്, പെറ്റ്സിനെ കൊണ്ടുവരാറുണ്ട്. അലൗഡാണ്. എത്ര പെറ്റ്സിനെ വേണമെങ്കിലും നമുക്ക് ബസ്സിലാണ്. പിന്നെ അഗ്രസീവായിട്ടുള്ള പെറ്റ്സിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോൾ പെറ്റ്സുകൾ നമ്മൾ കണ്ടുപറ്റിയാൽ അഗ്രസീവ് ആവുന്ന സമയത്ത്, അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതർവൈസ് അവർക്ക് എത്ര വേണമെങ്കിലും. അതേപോലെ ചിലവർ ഈ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ട്. അങ്ങനെ ന്യൂസൻസ് ആവുന്ന പാസഞ്ചേഴ്സ് വരും. നമ്മൾ അഡ്വൈസ് ചെയ്യും അവരെ മിണ്ടാതിരിക്കാൻ വേണ്ടി. മറ്റുള്ള പാസഞ്ചേഴ്സ് തന്നെ ചിലപ്പോൾ അത് മാക്സിമം ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ഡയറക്റ്റ് ഞങ്ങൾക്ക് ലിങ്ക് ഉണ്ട് പോലീസിനെ വിളിക്കാനായിട്ടുള്ള. ബസ്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് എമർജൻസി കോള് പോലീസിനെ വിളിക്കാൻ പറ്റും. പോലീസ് വരും. പോലീസ് വന്ന് നമ്മൾ എവിടെയാണെന്നുള്ളത് അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർ വന്ന് ന്യൂസൻസ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു മാറ്റും. അങ്ങനെ വരാറുണ്ട്. ഡ്രിങ്ക്സ് ചെയ്തിട്ട് ബഹളം വയ്ക്കുന്ന പാസഞ്ചേഴ്സ് കാണും. മറ്റ് പാസഞ്ചറുകൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആകും. ചിലപ്പോൾ പാസഞ്ചേഴ്സ് തമ്മിൽ തന്നെ എന്തെങ്കിലും വഴക്ക് കാണും.
അപ്പോൾ എന്നെ സംബന്ധിച്ച് കയറുന്ന ഓരോരുത്തരുടെയും സേഫ്റ്റിയാണ് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ജോലി. അവരുടെ സേഫായിട്ട് കൊണ്ടെത്തിക്കുക മാത്രമല്ല അവരകത്തും സേഫായിട്ടിരിക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ ഡ്രൈവിംഗ് നല്ല സ്മൂത്തായിരിക്കണം. അതുപോലെ തന്നെ പാസഞ്ചർ എന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ, പാസഞ്ചേഴ്സ് മറ്റുള്ളവരെ ഡിസ്റ്റർബൻസ് ചെയ്താൽ എനിക്ക് അവരോട് അനൗൺസ്മെൻറ്റ് വഴി പറയാൻ പറ്റും. അതും കിട്ടില്ല എങ്കിൽ എനിക്ക് എൻ്റെ കൺട്രോളിനെ വിളിച്ച് പറയാൻ പറ്റും, കൺട്രോൾ പോലീസിനെ വിളിക്കാൻ പറയാൻ പറ്റും. അപ്പോൾ പോലീസ് നമ്മളെ വന്ന് ബസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെ മാറ്റും. അവർ ആ ബസ് സ്റ്റോപ്പ് ചെയ്യും, ഉടനെ ബസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ പാസഞ്ചറിനെ മാറ്റും. മറ്റൊരു അനുഭവം എനിക്കുണ്ടായത്, ഒരു പാസഞ്ചർ വന്നു, ഒരു മദർ വിത്ത് 2 കിഡ്സ് വന്നായിരുന്നു. അപ്പോൾ ഈ 2 കിഡ്സിനെയും ഈ ഒരു പാസഞ്ചർ അബ്യൂസ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഈ മദർ അദ്ദേഹത്തിൻ്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഈ കുട്ടികളുമായിട്ട് ഇറങ്ങിയിട്ട് വന്ന് ഞാൻ മൂവ് ചെയ്യുന്നതിന് മുമ്പേ ഇവർ എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു, ലുക്ക് ആഫ്റ്റർ വൺ ഓഫ് ദ പാസഞ്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മിററിലൂടെ എനിക്ക് കാണാം, അപ്പോൾ ഈ പാസഞ്ചർ അവിടെ ഇരിക്കുന്ന കണ്ടു. ഞാനൊരു 5 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എന്നെ പോലീസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആദ്യം നമുക്ക് പാനിക്കാവും, എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റോപ്പ് ചെയ്തത്. പോലീസ് സ്റ്റോപ്പ് ചെയ്തു, പെട്ടെന്ന് വന്ന് വണ്ടിക്കകത്ത് കയറി നേരെ ഈ പാസഞ്ചർ അടുത്ത് പോയി. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ആ മദർ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലീസ് വന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ ആ ട്രിപ്പ് എനിക്ക് സ്റ്റോപ്പ് ചെയ്തു അവർ. മറ്റു പാസഞ്ചറിനെയൊക്കെ മാറ്റിയിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പിന്നെ ഇദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ ആ സമയം വരെ ഞാൻ ഏകദേശം 2 hours അവിടെ വെയിറ്റ് ചെയ്തു, ഈ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി, തിരിച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി 2 മണിക്കൂർ. അപ്പോൾ ഞാൻ പറയാൻ കാരണം, എല്ലാവരും സേഫായിട്ട് തന്നെ പോകണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാഹചര്യമല്ല എങ്കിൽ നമുക്ക് പോലീസിനെ അറിയിക്കാം, അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് തന്നെ പോലീസിനെ അറിയിക്കും. പോലീസ് ആ ബെസ്റ്റ് അവർക്ക് റൂട്ട് കിട്ടും, മാപ്പ് കിട്ടും, ഒരു കറക്റ്റ് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ അതല്ല, ഇപ്പോൾ പാസഞ്ചർ നിങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പോലീസ്, യെസ്, നമ്മളെ ഇൻഫോം ചെയ്താൽ നമ്മൾ നേരെ കൺട്രോളിനെ വിളിച്ചിട്ട് പോലീസിനെ അറിയിക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോലീസിനെ അറിയിക്കാൻ പറ്റും. ഈ പുതുതായിട്ട് ഇവിടെ വരുന്ന കൂട്ടർക്ക് ഈ ജോലിക്ക് വേണ്ടിയിട്ട്, ഈ ബസ് ഡ്രൈവർ ജോലിക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രീതിയും പ്രൊസീജിയറൊക്കെ എങ്ങനെ? നമുക്ക് അതായത് മിനിമം കാർ ലൈസൻസ് ഉള്ളവർക്ക് ഈ ജോലി അപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യം ഒരു ഡ്രൈവ് ടെസ്റ്റ് തരും. ആ ടെസ്റ്റിൽ വരുന്ന എക്സാമിനറിന് ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഫർദർ അടുത്ത ടെസ്റ്റ് ഇൻ്റർവ്യൂക്ക് വിടും. ആ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി വരുമ്പോൾ നമ്മൾ HR ആണ് നമ്മളെ വിസ കാറ്റഗറിയൊക്കെ ചെക്ക് ചെയ്യുന്നത്. മിനിമം 2 വർഷത്തെ വിസ വാലിഡിറ്റി ഉണ്ടെങ്കിൽ ഈ ജോബ് നമുക്ക് സെക്യൂറായിട്ട് കയറാൻ പറ്റും. പിന്നെ അതിൽ സാധാരണ നമ്മുടെ കാർ ലൈസൻസ് എടുക്കുന്നത് പോലുള്ള എക്സാമിനേഷനുണ്ട്. തിയറി കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടിക്കൽ നമ്മളെ ബസ്സിന് അവർ തന്നെ എല്ലാം ട്രെയിൻ ചെയ്യിപ്പിക്കും. അത് വിത്ത് പെയ്ഡാണ്, പേയ്മെൻറ്റോടുകൂടിയുള്ള ട്രെയിനിങ് ആണ്. അതൊരു മിനിമം ഒരു 4 to 6 months എടുക്കും ഈ എല്ലാ പ്രോസസ്സിങ് എല്ലാം. ആ 6 months ചിലപ്പോൾ നേരത്തെ തീരും. കാരണം നല്ല ഡ്രൈവിങ് നല്ല അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സാമിന്, അല്ലെങ്കിൽ സമയമെടുക്കും. മാക്സിമം 6 months ആണ് ഞാൻ ഉദ്ദേശിച്ചത്. 2-3 മാസം കൊണ്ട് ജോലിക്ക് കയറുന്നവരുണ്ട്. സേഫാണ്, ഒരു ഡ്രൈവിംഗ് പാഷനായിട്ടുള്ളവർക്ക് നല്ലതാണ്, മനസ്സിലായില്ലേ? പിന്നെ നല്ലൊരു പെൻഷൻ പേ ഒക്കെ ഉണ്ട്, നല്ലൊരു സെക്യൂറായിട്ടുള്ള ജോബാണ്. ഡിഫിക്കൽട്ടീസ് ഉണ്ട് പറയുമ്പോൾ, നമുക്ക് അതിൻ്റെ നെഗറ്റീവ്സും ഉണ്ട്, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷേ അത് എല്ലാ ജോബിനും ഉള്ളതുപോലെ തന്നെ ഇതിനും ഉള്ളതൊരു പാഷനായിട്ട് എടുത്താൽ മതി. പിന്നെ ഒരു പബ്ലിക് സെർവൻ്റ് എന്നുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ഇതിൽ. നമ്മളൊരു പബ്ലിക് സെർവൻ്റ് എന്നുള്ളത് ലണ്ടൻ ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്യുന്നുള്ളൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പോൾ കോമസ് ഭായി, നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായി. എന്തായാലും കുറേ കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചിട്ടുണ്ട്. കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വീണ്ടും കാണാം. ജീവാസ് ട്രാവറിൽ നമ്മൾ വീണ്ടും ഒന്നിച്ച് കഥകളെ തേടി യാത്രകളിലൂടെ മുന്നോട്ട് പോകാം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ സീ യു സൂൺ. ബൈ. ജീവാസ് ട്രാവറി, കഥകൾ തേടി യാത്രകളിലൂടെ.